ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ബുള്ളറ്റ് ജേർണലിംഗ് എന്താണ്, ഒരു ബുള്ളറ്റ് ജേർണൽ ആദ്യമായിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അങ്ങനെ കുറച്ച് ബേസിക്സാണ് കണ്ടത്. ഇന്ന് ഈ വീഡിയോയിൽ ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ മന്ത്ലി ലോഗിനോട് ചേർന്ന് നമുക്ക് ഒരു ഹാബിറ്റ് ട്രാക്കർ, വെരി ബേസിക്, ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു ഹാബിറ്റ് ട്രാക്കർ ഈ മന്ത്ലി ലോഗിനോട് എങ്ങനെ ചേർത്ത് ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാൻ നോക്കാം. സോ മന്ത്ലി ലോഗ് എന്താണ്, ബുള്ളറ്റ് ജേർണലിംഗ് എന്താണെന്ന് അറിയാനായിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോ ആണ്. പക്ഷേ ഇത് മന്ത്ലി ലോഗ് അല്ലെങ്കിൽ ബുള്ളറ്റ് ജേർണലിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാം. മന്ത് ഇവിടെ എഴുതുന്നു, ഡേറ്റ് അതിൻ്റെ സൈഡിൽ മൺഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ അങ്ങനെ ഒരു നൊട്ടേഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. സോ ആദ്യം നമുക്ക് ഇതൊരു വീക്ക് നമുക്ക് സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കാണുമ്പോൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഒരു വീക്കെൻഡ് സെപ്പറേഷൻ കിട്ടാൻ വേണ്ടി നമുക്കിവിടെ ഈ മൺഡേയുടെ മേലെ ഒരു വര വരയ്ക്കാം. മൺഡേയുടെ മണ്ടയ്ക്കൊരു വര വരയ്ക്കാം അല്ലേ. സോ ഇവിടുത്തെ ഈ മൺഡേയിൽ വരയ്ക്കാം. നേരെ ചൊവ്വയൊരു വര വരയ്ക്കാൻ പോലും അറിയില്ല, പോട്ടെ. ഇനി നമ്മൾ ഏതൊക്കെ ഹാബിറ്റ്സാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് എന്ന് ഡിസൈഡ് ചെയ്യണം, റൈറ്റ്? ഇപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ട്രാക്ക് ചെയ്യണം, അതിന് ഞാൻ എന്ന് ആഡ് ചെയ്യുന്നു. റണ്ണിങ് ട്രാക്ക് ചെയ്യണമെന്ന് വിചാരിക്കൂ, എല്ലാ ദിവസവും ഓടുന്നുണ്ടെന്ന് നോക്കാൻ, അതിനൊരു 6 ഇടുന്നു. സോ നമുക്കിവിടെ അതിൻ്റെ ഒരു കീ ഇവിടെ എഴുതുകയും ചെയ്യാം. M = മെഡിറ്റേഷൻ. നമ്മളിത് മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഇരിക്കട്ടെ. R = റണ്ണിങ്. ഓക്കെ, ഇനി ഈ ഡോട്ട്സ് നമുക്കൊന്ന് കറുപ്പിച്ചു കൊടുക്കാം. സോറി, ഈ 2 മതിയല്ലോ. വേറെ ഹാബിറ്റ്സ് നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം, ബട്ട് ഫോർ നൗ ഇതാണ്. സോ ഇതാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേയ്സ്. സോ ജാനുവരി 1 ഉറക്കം എഴുന്നേറ്റില്ല, സോ അതുകൊണ്ട് ഓടാൻ പോയില്ല, പക്ഷെ മെഡിറ്റേഷൻ മാത്രം ചെയ്തു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ഡേ ഞാൻ 2 ചെയ്യുന്നു, പിന്നെ അടുത്ത ദിവസം തിരക്കായതുകൊണ്ട് അതൊന്നും ചെയ്തില്ല എന്നും വിചാരിക്കും. സോ ഇവിടെ എങ്ങനെ, സോ ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് മാർക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെയൊരു ആ മാസം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും അല്ലേ, എന്തൊക്കെയാണെന്ന്. ഇനി ഇതിനോട് ചേർന്ന് വേറെ ഒരു കാര്യം കൂടി ചെയ്യാവുന്നത്, ഇതിപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഡോട്ട് ഇട്ടിരിക്കുന്ന എല്ലാ ദിവസവും, അതായത് ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷനും റണ്ണിങ് ചെയ്യാൻ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അത് ഒന്ന് കുറയ്ക്കണം. ലൈക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യണമെന്നുണ്ടാവില്ലല്ലോ. എനിക്കൊരു 3 ദിവസം റൺ ചെയ്യുന്നതാണെങ്കിൽ, സോ ട്യൂസ്ഡേ, തേഴ്സ്ഡേ റണ്ണിങ്, മൺഡേ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ, ഇവിടെയും മെഡിറ്റേഷൻ. സോ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് എക്സ് മാർക്ക് ചെയ്യാം. ഇനി ഇത് നമ്മുടെ മന്ത്ലി ലോഗിലായതുകൊണ്ട് ഉള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ടാസ്കുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു, പക്ഷെ അതുപോലെ നമ്മൾ ഒരു മാസം സംഭവിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം അല്ലേ. ഇപ്പോൾ 6-ാം തീയതി എന്താണ്, സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുക. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം കേട്ടോ, എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ് ആയിട്ട്. അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒരു ദിവസം കഴിയുമ്പോൾ അന്നത്തെ ഒരു ഇന്ന ദിവസം ഇതാണ് സംഭവിച്ചതെന്നുള്ള ഒരു റെക്കോർഡ് നൽകി നമുക്ക് ആഡ് ചെയ്യാം. ലെറ്റ്സ് സേ വെഡിങ് ആനിവേഴ്സറി, റൈറ്റ്? അപ്പോൾ നമുക്കിവിടെ PTA മീറ്റിംഗ്, ഓക്കെ, ഇതിന് റണ്ണിങ്ങിന് പോകാൻ സമയം കിട്ടി, പക്ഷേ ചിലപ്പോൾ മെഡിറ്റേഷന് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ദിവസം ചിലപ്പോൾ 2 ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ഈ ഹാബിറ്റ് മീറ്റ് ചെയ്യാത്ത ദിവസങ്ങളിൽ നമുക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ട് അല്ലേ, എന്തുകൊണ്ടാണ് നമ്മളന്ന് പോകാതിരുന്നത്, ചെയ്യാതിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ചറും കൂടി ഇവിടെ കിട്ടുന്നു. ഇതിപ്പോൾ ഞാനൊരു 3 ആഴ്ചത്തെ ഇത് ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മളൊരു 1-2 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസം ഇത് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ
ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടും നമുക്ക്. അതുപോലെ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മളെല്ലാ ദിവസവും പോകണമെന്ന് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് സാറ്റർഡേ സൺഡേ പോകാൻ പറ്റുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ വിഷ്വലി മനസ്സിലാകുന്നുണ്ടെങ്കിൽ അടുത്ത മാസം നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമ്മൾ പോകാൻ കമ്മിറ്റ് ചെയ്തിട്ട് പോയില്ല എന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മുടെ ഹാബിറ്റ്സ് അങ്ങനെ വരുമ്പോൾ ഹാബിറ്റ്സ് നമ്മൾ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ബുള്ളറ്റ് ജേർണലിങ്ങിലെ മന്ത്ലി ലോഗിനോട് ചേർന്ന് ഒരു ഹാബിറ്റ് ട്രാക്കർ ആഡ് ചെയ്യുന്നുണ്ടുണ്ട്. ഇതുകൂടാതെ ഇനിയും കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത ഒരുപാട് ഹാബിറ്റ് ട്രാക്കർ മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് മെല്ലെ പരിചയപ്പെടാം. പക്ഷേ ഇത് ഒരു ബുള്ളറ്റ് ജേർണൽ ഉണ്ടാക്കിയ ഉടനെ നമുക്ക് അതിലോട്ട് തന്നെ ആഡ് ചെയ്ത് ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. സോ ട്രൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു. ബൈ.